നല്ല വാട്ടിയ വാഴയിലയിൽ ഒരു പൊതിച്ചോറ്. എന്തിനാ ഇത്ര രാവിലെ പൊതിച്ചോറെന്നല്ലേ? പറയാം. ഞങ്ങളിന്നൊരു ദൂരയാത്ര പോവുകയാണ്. എങ്ങോട്ടാണെന്ന് അറിയണ്ടേ? ദൂരയാത്ര എന്ന് പറയുമ്പോൾ UAEക്ക് പുറത്തല്ല കേട്ടോ. ഇത് UAEക്ക് അകത്ത് തന്നെയുള്ള റാസൽ ഖൈമയിലെ വാദി ഷൗക്കയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. കാറുകളിലായിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തിരിച്ചത്. 2 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങളെല്ലാവരും ഷാർജയിലെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി. ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നത് എപ്പോഴും ഒരു സന്തോഷം തന്നെയാണ്, അല്ലേ? അതെ, ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും പൂരി ബജിയും പഴം പൊഴിഞ്ഞതും കൂടെ ആയപ്പോൾ ആ സന്തോഷം ഇരട്ടിച്ചു. അങ്ങനെ അബുദാബിയിൽ നിന്നും 3 മണിക്കൂറുള്ള മനോഹരമായ യാത്രകൾക്ക് ശേഷം ഞങ്ങൾ വാദി ഷൗക്കയിൽ എത്തിയിരിക്കുകയാണ്. കുട്ടികളെല്ലാം വെള്ളം കണ്ടതിൻ്റെ സന്തോഷത്തിലായിരുന്നു. കുറേ സമയം അവിടെ ചെലവഴിച്ച ശേഷം ഞങ്ങളൊരു മരത്തിൻ്റെ തണലിൽ കുറ്റിയടിച്ചു. മരം അതൊരു വരം തന്നെയാണ്. ഈ ചൂട് സമയത്ത് അവിടെ വരുന്നവരെല്ലാവരും ഓരോ മരത്തിൻ്റെ തണലിൽ ടെൻ്റ് അടിക്കുകയാണ് ചെയ്യുന്നത്. ഈ മരത്തണലിൽ ചെറുക്കൻ്റെ വീട്ടിലെ കലാപരിപാടികൾ തുടങ്ങുകയായി.
ഇത് സമ്മാനദാനമല്ല, പൊതിച്ചോറ് വിതരണമാണ് കേട്ടോ. ഇതിൻ്റെ അണിയറ പ്രവർത്തകർ നമ്മുടെ ആൾക്കാർ തന്നെയാണ് കേട്ടോ. ഷാരോനും ബിബിൻ ബ്രദറും പ്രിൻസ് ചേച്ചിയും ആശ് ചേച്ചിയും എല്ലാവരും കൂടെ ചേർന്ന് നല്ല വിഭവസമൃദ്ധമായ ഊണ് തന്നെയാണ് നമുക്ക് ഒരുക്കിയത്. നിങ്ങളെ ഒന്ന് കൊതിപ്പിക്കാനായിട്ട് അതിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടായിരുന്നു പറയാണ്ടിരിക്കാൻ വയ്യാട്ടോ. നല്ല ചൂട് ചോറും മോര് കറിയും മീൻ കറിയും മീൻ വറുത്തതും ഓംലെറ്റും പിന്നെ നല്ല തോരനും പയറും മെഴുക്കുവരട്ടിയും അച്ചാറും പപ്പടം എല്ലാം ഉണ്ടായിരുന്നു. വയർ നിറഞ്ഞപ്പോൾ ഉണ്ണികളൊക്കെ അങ്ങോട്ട് ഉറക്കമായി. അങ്ങനെ ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞു, വയറും നിറഞ്ഞു. അവിടെ നിന്ന് പാക്ക് ചെയ്യാനുള്ള സമയവുമായി. നിക്ക് 2 മിനിറ്റ്, ഞാൻ 2 ഐറ്റംസ് കൂടെ പറയാൻ വിട്ടുപോയി. തേങ്ങാ ചമ്മന്തിയും ചെമ്മീൻ ചമ്മന്തിയും കൂടെ നമ്മുടെ കറികളുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വാദി ഷൗക്കയോട് ഞങ്ങൾ യാത്ര പറഞ്ഞ് UAE തന്നെ ഏറ്റവും ഉയർന്ന പർവ്വതമായ ജബൽ ജയ്സിലേക്ക് യാത്രയാവുകയാണ്. ഈ റോഡ് ട്രിപ്പ് അതൊരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ. അത് നാം പോയി തന്നെ അറിയണം. മാനം തൊട്ട് നിൽക്കുന്ന പർവ്വതത്തിൻ്റെ മുകളിലെത്തിയിരിക്കുകയാണ്. മുകളിൽ നിന്നുള്ള കാഴ്ചകൾ മനസ്സിനെ കുളിരണിയിക്കുന്നതാണ്. അതെ, ഒന്നൊന്നായി അണിനിരന്ന് നിൽക്കുന്ന മലനിരകൾ അതൊരു വിസ്മയം തന്നെയാണ്. ഫോട്ടോ എടുക്കാൻ നമ്മളാരും പിന്നെ പുറകിലല്ലല്ലോ. ഫോട്ടോ എടുക്കുമ്പോൾ പുതിയ സ്ഥലങ്ങളിൽ എത്തുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ചിറക് മുളച്ചെന്നും വരാം. കണ്ടില്ലേ, പറക്കുവാൻ വരെ തോന്നിയേക്കാം. ഇവിടെ വെച്ച് ഒരു ബർത്ത്ഡേ ആഘോഷിച്ചാൽ എങ്ങനെയിരിക്കും എന്നാവാ. ഹാപ്പി ബർത്ത്ഡേ സിനി ചേച്ചി. സിനി ചേച്ചി പ്രായം കൊണ്ട് ചെറുപ്പമാണെങ്കിലും 3 കുട്ടികളുടെ അമ്മയാണ് കേട്ടോ. എല്ലാവർക്കും വീട്ടിലുണ്ടാക്കിയ ഉണ്ണിയപ്പവും ചിക്കൻ സാൻഡ്വിച്ചും അവിടെ ബർത്ത്ഡേകൾ കരുതിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഭക്ഷണം പാഴാക്കരുതല്ലോ. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ബാക്കി വന്ന പൊതിച്ചോർ തീർക്കുവാൻ പരിശ്രമിക്കുന്ന ചിലരെയും നമുക്കിവിടെ കാണാം. നേരം സന്ധ്യയായത് ഞങ്ങൾ അറിഞ്ഞതേയില്ല. പിന്നെ പിള്ളേരുടെ ആഘോഷങ്ങൾ തുടങ്ങുകയായി.
അങ്ങനെ നല്ല കുറേ സമയങ്ങൾ അവിടെ ഒരുമിച്ച് ചിലവഴിച്ചതിന് ശേഷം ഞങ്ങൾ പ്രാർത്ഥിച്ച് പാട്ടുപാടി ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഇറങ്ങുകയായി. ഞങ്ങൾ അവിടുന്ന് മടങ്ങുമ്പോഴേക്കും അവിടെ നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു. ബാർബിക്യൂ ഉണ്ടാക്കുന്നവരുടെയും ക്യാമ്പിംഗ് ചെയ്യുന്നവരുടെയും ഒരു വലിയ നിര തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ബാർബിക്യൂ കൂടി ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് തോന്നി. അടുത്ത യാത്രയിൽ അത് സാഫല്യമാകട്ടെ എന്ന് മനസ്സിലാഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് യാത്രയായി.